തക്കലക്കടുത്തുള്ള പത്മനാഭപുരം കൊട്ടാരം സന്ദർശിച്ച് പോകുന്നവർ നമ്മൾ ഒരിക്കലും കാണാത്തൊരു കാഴ്ചയാണ് ഈ വിശാലമായ ഒരു കുളം. ഈ വിശാലമായ ഒരു കുളത്തിന് എന്താണ് പ്രത്യേകത? ധാരാളം കുളങ്ങൾ ഇത്തരത്തിൽ നമ്മൾ യാത്ര പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ട്. എന്നാൽ പെരുമാൾ കുളം എന്ന് പേര് കേട്ട ഒരു കുളമാണിത്. അതായത് പത്മനാഭപുരം കൊട്ടാരം നിൽക്കുന്ന കോട്ടയ്ക്കുള്ളിൽ, ഇപ്പോൾ നമ്മൾ എൻ്റെ പിന്നിൽ കാണുന്ന മലകളുണ്ട്, രണ്ട് ഭാഗത്ത് മലകളാണ്, ബാക്കിയെല്ലാം അവർ പാറ കൊണ്ട് കെട്ടിയ വലിയ കോട്ടകളുണ്ടായിരുന്നു. ഈ കോട്ടയ്ക്കുള്ളിലെ വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുഴിച്ചൊരു കുളമാണിത്. അപ്പോൾ ഈ കുളം സംരക്ഷിച്ചിരിക്കുന്ന രീതി തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു രീതിയാണ്. ഇനി എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഇളകിപ്പോകാത്ത വിധത്തിൽ വലിയ പാറ കൊണ്ടുള്ള സ്ലാബുകളാണ് ഇവിടെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, ഇപ്പോഴും ഈ ഒരു പാറകൾക്കൊരു ചലനം പോലും ഇല്ല. അവിടെ എവിടെയൊക്കെ ചിലതൊക്കെ ഇളകിയിട്ടുണ്ട്. പിന്നെ ഇത് മാത്രവുമല്ല, മുകളിലും മറ്റൊരു തട്ടായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഈ ചുറ്റും പാറകളാണ്. പിന്നെ അവിടെ നമ്മൾ നോക്കിയാൽ അവിടെ ഒരു തൂപ്പുണ്ട്. അതായത് ഈ വെള്ളം ഓവർഫ്ലോ ആകുമ്പോൾ പുറത്തോട്ട് പോകാനുള്ള തൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ആൽമരമാണ് നമ്മളെ പെരുമാൾ കുളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഈ ആൽമരവും ആൽത്തറയും ഒക്കെ മലയാളികൾക്ക് സുപരിചിതമാണ്. കാരണം മണിച്ചിത്രത്താഴ് എന്ന സിനിമയുടെ ഒരു പ്രധാന സീൻ, പപ്പുവും ഗണേശുമായിട്ടുള്ള ഒരു സീനൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പെരുമാൾ കുളം ഏത് കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത് എന്നുള്ളതിന് കൃത്യമായ രേഖകളില്ലെങ്കിലും രാമവർമ്മ കുലശേഖരൻ്റെ കാലത്താണ് എന്നാണ് പറയപ്പെടുന്നത്. രാമവർമ്മ കുലശേഖരൻ തീർത്തും സമുന്നതനായ ഒരു ഭരണാധികാരിയായിരുന്നു. ചോള സാമ്രാജ്യത്തിന് ആദ്യത്തെ മാരക പ്രഹരം ഏൽപ്പിച്ചതിൻ്റെയും യുദ്ധത്തിൻ്റെ വേലിയേറ്റത്തെ കേരളത്തിന് അനുകൂലമായി തിരിച്ചുവിട്ടതിൻ്റെയും ബഹുമതി തീർച്ചയായും അദ്ദേഹത്തിനാണ്. രാമവർമ്മ കുലശേഖരൻ മഹോദയപുരത്തു നിന്നും കൊല്ലത്തേക്ക് ആസ്ഥാനം മാറ്റിയത് കേരള ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിൻ്റെ ആരംഭം കുറിക്കുന്നു. കുലശേഖര സാമ്രാജ്യം അസ്തമിക്കുകയും വേണാട് ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ പദവി നേടുകയും ചെയ്തു. തുടർന്ന് കൊല്ലത്തെ തെൻവഞ്ചി എന്നും വേണാട്ട് രാജാവിനെ തെൻവഞ്ചിയാൻ എന്നും വിളിച്ചു പോന്നു. രാമവർമ്മ കുലശേഖരൻ്റെ കാലം മുതലാണ് വേണാട്ട് രാജാക്കന്മാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൈവന്നത് എന്ന് കേരള ചരിത്രത്തിൽ എ ശ്രീധരമേനോൻ പറയുന്നു. വിശാലമായ ഈ കുളത്തിലെ വെള്ളം ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയില്ല. എങ്കിലും അത് വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. മാലിന്യങ്ങളൊന്നും തന്നെ ഈ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടില്ല. നമ്മുടെയൊക്കെ പറമ്പിൻ്റെ അരികിലോ വയലിൻ്റെ അരികിലോ ഇത്തരത്തിലൊരു നീർവാഴ്ചയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ ഒരു നീർച്ചാലുണ്ടെങ്കിൽ അതും മണ്ണിട്ട് നികത്തി ഭൂമിയോട് ചേർക്കാൻ വെമ്പുന്നവരാണ് നമ്മൾ മലയാളികൾ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ജലസ്രോതസ് കണ്ടാൽ അതിലേക്ക് മലിനജലം ഒഴുക്കി വിടാനും മാലിന്യം വലിച്ചെറിയാനും ഒക്കെയാണ് നമ്മൾ മലയാളികൾ വെമ്പുന്നത്. നമ്മൾ കരുതുന്നത് ഇതൊക്കെ അതിനു വേണ്ടിയുള്ളതാണ് എന്നാണ്. നമ്മൾക്ക് വെള്ളത്തിൻ്റെ വില അറിയില്ല. അതറിയാവുന്നവർ ഇതുപോലെ അതീവ ഗൗരവത്തോടെ സംരക്ഷിക്കും. ആസൂത്രണ മികവിൻ്റെ ഒരു ജലപാഠമാണ് പെരുമാൾ കുളം. വെള്ളം ഓവർഫ്ലോ ആകുമ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനും മറ്റുമുള്ളൊരു തൂമ്പ് നമുക്കിവിടെ കാണാം. പൂർണ്ണമായും കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇത് കരിങ്കല്ലുകൾ കൊണ്ട് തന്നെ പാകിയ ഒരു പാലവും നമുക്ക് കാണാം. ആ പാലത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ വെള്ളം ഓവർഫ്ലോ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഒരുപാട് വെള്ളം വരുന്ന സമയത്ത് ഈ ഒരു തൂമ്പിലൂടെയാണ് പുറത്തേക്ക് വെള്ളം കൊണ്ടുപോരുന്നത്. അത് ചിലപ്പോൾ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ കുളത്തിൻ്റെ വെള്ളം ഒരു കൃത്യമായ അളവിൽ നിലനിർത്തുന്നതിനുമൊക്കെ ഈ തൂമ്പ് ഉപയോഗിച്ചിട്ടുണ്ടാകാം. ഇതിനു മുമ്പ് കൊടുങ്ങല്ലൂരെ ഇലവഞ്ചി കുളത്തിൽ നമ്മൾ പോയിരുന്നു. ആ കുളത്തിൻ്റെ അടിത്തട്ടിൽ സുർക്കി മിശ്രിതം പോലുള്ള ഒരു പാളി കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതായി കാണപ്പെട്ടിട്ടുണ്ട്. കാരണം കുഴിയിലേക്ക് ആൾക്കാർ വീണ് അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയും കനത്ത കരിങ്കൽ പാളികൾ കുളത്തിനുള്ളിലേക്ക് ഇറക്കി പാകിയിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഈ കുളത്തിൻ്റെ ആഴം അറിയാതെയൊക്കെ കുളത്തിലേക്ക് ചെന്ന് ഇറങ്ങുന്നവരോ, അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് തന്നെ വെള്ളം എടുക്കുന്നവരോ കാൽ വഴുതി കുളത്തിനുള്ളിലേക്ക് പോകുന്നതും ചെളിയിൽ പൂണ്ടു പോകുന്നതുമൊക്കെ തടയുന്നതിന് വേണ്ടി ആ കാലത്തുണ്ടായിരുന്ന ഒരു കരുതലായിരുന്നു ഇത്. അതിന് തൊട്ട് മുമ്പിൽ, അല്ലെങ്കിൽ ഒരു നമ്മൾ നേരത്തെ കണ്ട ആൽച്ചുവട്ടിലൊരു നാഗപ്രതിഷ്ഠയുണ്ട്. നമ്മൾ പത്മനാഭപുരം പാലസിൻ്റെ അടുത്തുനിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ ഒരു കുളം ഉള്ളത്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജാക്കന്മാർ പ്രജകളുടെ ക്ഷേമത്തിൽ ശ്രദ്ധാലുക്കളായിരുന്നു എന്ന്. കാരണം ഈ വെള്ളം എന്ന് പറയുന്നത് ഏറ്റവും ആവശ്യമുള്ള വസ്തുവാണ്. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്ന കാഴ്ച കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പം ഈ കൊട്ടാരത്തിൽ വരുന്നവർ തീർച്ചയായിട്ടും ഈ പെരുമാൾ കുളം കൂടി സന്ദർശിക്കുക.